السلام عليكم. إن الحمد لله الذي هو غفار الذنوب وستار العيوب فإليه نتوب. صلوات ربي وتسليمه على النبي الأمي وعلى آله وأصحابه الذين استنوا بسنته ونهجوا نهجه وسلكوا مسلكه إلى يوم يقوم الناس لرب العالمين يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ഏറെ ആദരണീയനായ മൗലവി അബൂബക്കർ മരുത അവരുടെ ഇതിലെ ക്യാമ്പ് നടത്തുന്ന ഡോക്ടർ അബ്ദുസ്സലാം സാർ, കൂടെയുള്ള അപെക്സിൻ്റെ മറ്റ് അധ്യാപികമാരെ, ഈ ക്യാമ്പിൻ്റെ എല്ലാമായ ഇതിൻ്റെ കോർഡിനേറ്റർ അലി അഷ്റഫ് സാർ, പിന്നെ മറ്റ് പല ചാപ്റ്ററിൽ നിന്നും വന്ന അതിൻ്റെ കോർഡിനേറ്റർമാരെ, പിന്നീട് ഉമ്മർ മംഗള സാർ, നജബുദ്ദീൻ സാർ ഉടലൂർ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട 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 മിടുക്കന്മാരും മിടുക്കുകളുമായ കുട്ടികൾ, ഒന്ന് ചിരിച്ചു കാണാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. ഇന്നലെയും ഞാനായിട്ട് വേറെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അതിനേക്കാൾ കുറച്ച് മെച്ചമുണ്ടെന്ന് എനിക്ക് പറയാൻ പോകുന്നത്. അതായത് അവരൊക്കെ ഇങ്ങനെ ഗ്യാസോട്ടെ നിൽക്കുന്നു. അവർ പോകുമ്പോഴുള്ള അവരുടെ അവസ്ഥ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ നേരത്തെ മഞ്ചേരി കോർഡിനേറ്റർ ഹുസൈൻ സാഹിബ് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാനാണ്. കറക്റ്റാണ്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഈ ക്യാമ്പ് എന്നുണ്ടായിരുന്നെങ്കിൽ, ചുരുങ്ങിയത് അടുത്ത മാസമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അടുത്ത കൊല്ലെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് പറയും. ഉറപ്പാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ നയിക്കാൻ പോകുന്നത് ഒരു ചില്ലറക്കാരനല്ല. അബ്ദുസ്സലാം സാർ സൈക്കോളജി തന്നെ ഒരുപാട് PhD, ഡോക്ടറേറ്റ് PhD കിട്ടിയ ആള്. അതോടൊപ്പം മറ്റ് പല സർട്ടിഫിക്കറ്റുകളും നേടിയ ആളാണ്. സ്കൗട്ട് മാഷാണ്. സ്കൗട്ടിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു? ഉണ്ടല്ലേ. സ്കൗട്ടിന്റെ മുദ്രാവാക്യം എന്താ? തയ്യാർ അല്ലേ? തയ്യാറല്ലേ? അപ്പൊ നിങ്ങൾ തയ്യാറാണോ? ഇവിടെ പല ആക്ടിവിറ്റീസാണ്. അതായത് ദീനും ദുനിയാവും സമന്വയിപ്പിച്ചുകൊണ്ട്, കളിയും കാര്യവും സമന്വയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി അളക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ കിട്ടും. ഇനി നിങ്ങൾക്ക് വിശ്രമിക്കാൻ സമയമുണ്ടാവില്ല, നാളെ കിട്ടാനില്ലേ. അപ്പോ അതിനൊക്കെ നിങ്ങൾ തയ്യാറാണോ? ശ്രദ്ധയില്ല. നിങ്ങൾ ചായ വെച്ചില്ലേ രാവിലെ? അതെ, നിങ്ങൾ ചായ വെച്ചിട്ടില്ലേ? എന്നാ തയ്യാറാണെന്ന് ഉറക്കൊന്ന് പറഞ്ഞേ. തയ്യാർ. ഉറക്കെ പറ. ഞാന് ഐക്യപ്പെടുത്തില്ല, അവിടെ കേൾക്കണം. തയ്യാർ. ഇതാണ് സ്കൗട്ടിന്റെ മുദ്രാവാക്യം. തയ്യാർ. ഉറക്കെ. ഞാൻ ഈ ചെവി കേട്ടത് കുറച്ച് പതുക്കെയാണ്, അവിടെ ഞാൻ കണ്ണട വെച്ചത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തയ്യാർ. ശരണ തയ്യാർ. അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും നിങ്ങൾ തയ്യാറാവണം. നിങ്ങളെ തയ്യാറാക്കിയിട്ട് സലാം സാർ ഇവിടുന്ന് പോവുള്ളൂ, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഇങ്ങനെ വയന്ന് പറയുന്നത് കുറയ്ക്കാം, പ്രവർത്തനം കൂട്ടുക, അതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ നിന്ന്, നിങ്ങൾ കഴിവുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവന്ന് ഉന്നത നിലയിലെത്തി ഇതുപോലെയുള്ള ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളെ കൊണ്ടു നടക്കുന്ന വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തോന്നില്ലേ ഇതുപോലെ നല്ല കാര്യങ്ങൾ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ ഭാഗവാക്കായി അതിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കണമെന്ന് തോന്നുന്ന കുട്ടികളുണ്ടാവില്ലേ? അതിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്
ഈ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത്തരം പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ഉദ്ഘാടന സെഷൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ മദനി മരുത അവരുടെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.